ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഇതൊരു ഷോർട്ട് നോട്ട് എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പ്രൊഡക്ഷൻ ലോയ്ക്കകത്തിൽ വേരിയബിൾ പ്രൊപ്പോർഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു പോർഷൻ ഷോർട്ട് നോട്ടായിട്ട് +2-ന്, ഡിഗ്രി ക്ലാസ്സിന്, PGക്ക് ഒക്കെ തന്നെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. പക്ഷേ ഒരു ഷോർട്ട് നോട്ട് എന്നുള്ളതേ ഉള്ളൂ. റിട്ടേൺസ് ടു സ്കെയിൽ നമ്മൾ പറഞ്ഞു വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ 1 or 2 factors are variable in the short period or short run, but in the long run or long period almost all factors are variable. Such a type of production function is called returns to scale. അപ്പോൾ ലോങ് പീരീഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ റിസോഴ്സസ് ഓർ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. കംപ്ലീറ്റ് ഇൻപുട്സും വേരിയബിളാണ്. ദേ ആർ ഓൾവേസ് ഇൻക്രീസസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. സെയിം പ്രൊപ്പോർഷനിൽ തന്നെ വേരിയബിൾസ് എല്ലാം തന്നെ ഓൾ ഇൻപുട്ട് വേരിയബിൾസ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ലോങ് റണ്ണിൽ ഓൾ ഇൻപുട്സ് ആർ വേരിയബിളാണ് എങ്കിൽ അത്തരം പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓർ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. അപ്പോൾ ലോങ് റണ്ണാണ്, ഓൾമോസ്റ്റ് ഓൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻപുട്സ് ആർ വേരിയബിൾ ആണ്, ദേ ആർ ഇൻക്രീസസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലേബർ ആൻഡ് ക്യാപിറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ലേബർ 1 യൂണിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ 2 യൂണിറ്റ്. അപ്പോൾ 1:2 എന്ന് പറയാം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അല്ലെങ്കിൽ അതിൻ്റെ ആ റേഷ്യോ, പ്രൊഡക്ഷൻ അല്ല ഇൻപുട്ട് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്ഷൻ ക്യാൻ ബി റേസ്ഡ് ബൈ റേസിങ് ഓർ ഇൻക്രീസിങ് ലേബർ യൂണിറ്റ് ആൻഡ് ക്യാപിറ്റൽ യൂണിറ്റ്. അപ്പോൾ വീണ്ടും നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ റേസ് ചെയ്യാൻ വേണ്ടി ലേബറിനെയും ക്യാപിറ്റലിനെയും നമ്മൾ റേസ് ചെയ്യാം. പക്ഷേ ഓർക്കുക, സെയിം പ്രൊപ്പോർഷനാണ്. ദാറ്റ് ഈസ് 1:2 പകരം എത്ര ആകാം? 2:4 ആകാം. 1 എന്ന് പറയുന്ന ലേബർ യൂണിറ്റിന് പകരം ലേബർ 2ആയി, അതുപോലെ ക്യാപിറ്റൽ 2-ന് പകരം 4ആയി, അല്ലെങ്കിൽ പിന്നെ ക്യാപിറ്റൽ 4ആയി, അതുപോലെ ലേബർ 3 അതിൻ്റെ ഇരട്ടിയായിട്ട് 6 അങ്ങനെ, അല്ലെ 4:8 ആ റേഷ്യോയിൽ പോകാം. അതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് 1:2 അത് വീണ്ടും സെയിം പ്രൊപ്പോർഷൻ്റെ അകത്ത് റേസ് ചെയ്യുമ്പോൾ 2:4. കാരണം ആ 2:4നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 1:2 തന്നെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 4:8 എടുക്കാം, അപ്പോഴും അത് തന്നെ വരും. അപ്പോൾ സെയിം പ്രൊപ്പോർഷൻ. അതായത് ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ലോങ് റൺ. അപ്പോൾ ലോങ് റണ്ണിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ലോങ് റണ്ണിൽ ഏകദേശം വലിയൊരു ബന്ധമുണ്ട്. ആ റിലേഷൻഷിപ്പ് എലോങ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഇൻപുട്ട് ഇൻ ദ സെയിം പ്രൊപ്പോർഷനേറ്റ് ലെവൽ. അപ്പോൾ എല്ലാ ഇൻപുട്ടുകളും സെയിം പ്രൊപ്പോർഷനേറ്റ് ലെവലിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ദ ലോങ് റൺ ഈസ് കോൾഡ് എന്താ? റിട്ടേൺസ് ടു സ്കെയിൽ. ഓർത്തോണം, വാട്ട് ഈസ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ എന്താ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഓൾസോ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ലോങ് റൺ എലോങ് വിത്ത് ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ ഓർ ഓൾ ഇൻപുട്സ് ഇൻക്രീസസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ റിട്ടേൺസ് ടു സ്കെയിൽ. ദർ ആർ 3 റിസൾട്ട്സ് ഇൻ ദ കേസ് ഓർ 3 ഫോംസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിൽ 3 തരത്തിലുണ്ട്. ഒന്ന് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, നമ്പർ 2 കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ആൻഡ് തേർഡ് വൺ ഈസ് ഡിമിനിഷിങ് ഓർ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. What is increasing returns to scale? നമുക്കറിയാം, all firms or producers engaged in maximum production and also getting maximum profit. അപ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് അറ്റ് ലോ കോസ്റ്റ്, അതായത് ഒരു മിനിമം കോസ്റ്റിൻ്റെ അകത്തിൽ മാക്സിമം പ്രൊഡക്ഷനും മാക്സിമം പ്രോഫിറ്റുമാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ മെയിൻ ലക്ഷ്യം. ദാറ്റ് മീൻസ് ദേ ഓൾവേസ് മൾട്ടിപ്ലൈയിങ് ദ ഔട്ട്പുട്ട്, അല്ലേ? അവർ മൾട്ടിപ്ലൈയിങ് ദ ഔട്ട്പുട്ട്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ലെവൽ ഓഫ് ഇൻപുട്ട്സ് എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് ദാൻ ദാറ്റ് ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിനേക്കാൾ വളരെയധികമായിട്ട് ഔട്ട്പുട്ട് റേസ് ചെയ്താൽ അത്തരം പ്രൊഡക്ഷൻ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ 100% ഇൻക്രീസ് ഇൻ ഓൾ റിസോഴ്സസ് ഓർ ഓൾ ഇൻപുട്സ്, ഇറ്റ് റിസൾട്ട്സ് 150% ഓഫ് ഔട്ട്പുട്ട്. അതാണ്. അപ്പോൾ എല്ലാ റിസോഴ്സും അല്ലെങ്കിൽ ഓൾ ഇൻപുട്സ് നമ്മൾ റേസ് ചെയ്യുന്ന 100%ലാണെന്ന് വിചാരിക്കുക. 100% ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്ടാണ്.
എങ്കിൽ ദ റിസൾട്ടൻ്റ് ഔട്ട്പുട്ടാണ് അതിനേക്കാൾ കൂടുതലായിരിക്കും, 150% ആയിരിക്കും. അങ്ങനെ വന്നാൽ അതിനെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ മൾട്ടിപ്ലൈയിങ് ഔട്ട്പുട്ട് ബൈ ഫേം ഓർ പ്രൊഡ്യൂസേഴ്സ് ഫോർ ഗെറ്റിംഗ് എ മാക്സിമം പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് ഹയർ പെർസെൻറ്റേജ് ഓഫ് ഔട്ട്പുട്ട് ദാൻ ദ റേറ്റ് ഓഫ് ഇൻപുട്ട്. ഫോർ എക്സാമ്പിൾ 100% ഇൻക്രീസ് ഇൻ ഇൻപുട്ട് മീൻസ് 150% ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസിങ് റിട്ടേൺ. അപ്പോൾ വാട്ട് ആർ ദ കോസസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ? എന്തുകൊണ്ടാണ് ഇൻക്രീസിങ് റിട്ടേൺ ഇങ്ങനെ വരുന്നത്? ബിക്കോസ് ദ ഡിവിഷൻ ഓഫ് ലേബർ നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷന്, യൂസിങ് ഓഫ് ബെറ്റർ ടെക്നോളജി, അതുപോലെ എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ സച്ച് ആസ് മാർക്കറ്റിംഗ്, ഫൈനാൻസ് എക്സെട്ര. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. നേരെ മറിച്ച് രണ്ടാമത് നമ്മൾ പറഞ്ഞ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ അവിടെ നിന്ന് പറഞ്ഞ ഇൻപുട്ട് റേറ്റ് ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് റേറ്റ്, ദ ഇൻക്രീസ് ഇൻ ബോത്ത് ആർ സെയിം പ്രൊപ്പോർഷൻ. രണ്ടും സെയിം പ്രൊപ്പോർഷൻ, ഈക്വൽ റേറ്റിലാണ്. അതായത് ഇൻക്രീസ് ഇൻ ഇൻപുട്ട് ആൻഡ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് രണ്ടും സെയിം പ്രൊപ്പോർഷനാണ്. അപ്പോൾ സെയിം പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഇൻപുട്ട് ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് ഈസ് കോൾഡ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഫോർ എക്സാമ്പിൾ 100% ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഇൻപുട്ട് മീൻസ് ഓർ ഇറ്റ് റിസൾട്ട്സ് 100% ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അപ്പോൾ ഇൻക്രീസ് ഇൻ ഇൻപുട്ട് 100% ആണെങ്കിൽ ഔട്ട്പുട്ടും 100% തന്നെ ഉണ്ടാകുക. സെയിം പ്രൊപ്പോർഷനേറ്റ് ലെവൽ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് വന്നാൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എത്തുക. ദെൻ നമ്പർ 3 ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഓർ ഡിമിനിഷിങ്. ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്, ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസസ് ബട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻപുട്ട്. ഇൻപുട്ടിൻ്റെ ആ ഒരു റൈസിനേക്കാൾ, ഇൻക്രീസിനേക്കാൾ കുറഞ്ഞൊരു ലെവലിൽ മാത്രം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻപുട്ട് എന്ന് പറയാം. ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് റേറ്റ് ഇൻ ഔട്ട്പുട്ട് എന്ന് പറയാം. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ അതിലൊരു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചേ ഉള്ളൂ. ദാറ്റ് മീൻസ് ദാറ്റ് 100% ഇൻക്രീസ് ഇൻ ഇൻപുട്ട് നമ്മൾ എടുത്തപ്പോൾ ദ റിസൾട്ടൻ്റ് ഔട്ട്പുട്ട് ഈസ് ഓൺലി 70%. കണ്ടോ? അപ്പോൾ 100% നമ്മൾ ഇൻപുട്ട് റേസ് ചെയ്തു, പക്ഷേ അതിൻ്റെ റിസൾട്ടൻ്റ് ഔട്ട്പുട്ട് ഓൺലി 70% മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടിയോന്ന് ചോദിച്ചാൽ കൂടി, പക്ഷേ അതിൻ്റെ കൂടുതൽ എത്രയേ ഉള്ളൂ? ഓൺലി 70% ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബട്ട് ഗ്രേറ്റർ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഇൻപുട്ടിലാണ് 100% ചേഞ്ച് വന്നപ്പോൾ ഓൺലി 70% ഔട്ട്പുട്ട്. ഇതിനെ നമുക്ക് ഡിമിനിഷിങ്. എന്തുകൊണ്ടാണ് ഡിമിനിഷിങ് റിട്ടേൺ? ദ കോസ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ ആർ എന്താ? മിസ്മാനേജ്മെൻറ്റ്, ലാക്ക് ഓഫ് കോഓർഡിനേഷൻ ഓർ ഡിസെക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ കൂടാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോസ്റ്റ് കൂടും, മിസ്മാനേജ്മെൻറ്റ് ഉണ്ടാകും, അതുപോലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ അകത്തുള്ള ഡിസെക്കോണമീസ് ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ പല കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ഓർത്തോണം, ഇങ്ങനെ 3 തരത്തിലുള്ള റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്. വേണമെങ്കിൽ ഞാനത് വേറൊരു രീതിയിലൂടെ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ലേബർ ആൻഡ് ക്യാപിറ്റൽ 1:2 മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ 1:2% എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് 10, 25, 60 കോൾഡ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. കണ്ടാലറിയാം 10, അതിനേക്കാൾ കൂടുതൽ 25, അതിനേക്കാൾ കൂടുതൽ 60, ഇങ്ങനെ പോയാൽ പ്രൊഡക്ഷൻ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. നേരെ മറിച്ച് രണ്ടാമത്തെ നോക്കിയാൽ 60, 120, 240 എല്ലാം സെയിം ആണ്. 60 ഇരട്ടി 120, ഇരട്ടി 240. അപ്പോൾ സെയിം ലെവൽ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ അതിനെ നമുക്ക് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. പിന്നെ മൂന്നാമത് നോക്ക് 240, 400, 700. 240 ആയപ്പോൾ അടുത്ത പ്രൊഡക്ഷൻ്റെ അതിൽ 240, 480 വരണമായിരുന്നു, പക്ഷേ 400 ഉള്ളൂ. അടുത്ത 800 അതിൽ കൂടുതലോ വരണമായിരുന്നു, പക്ഷേ 700 ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് നോക്കാം. അതുപോലെ തന്നെ വി ഹാവ് ടു എക്സ്പ്രസ് ഓൾ ദീസ് 3 റിട്ടേൺസ് ടു സ്കെയിൽ ഇൻ എ സിംഗിൾ ഡയഗ്രാം. ഒരു സിംഗിൾ ഡയഗ്രത്തിനകത്ത് നമുക്കിത് വരച്ചും കാണിക്കാം. അവിടെ OXൽ നമ്മൾ ലേബർ കൊടുത്തിട്ടുണ്ട്, OYൽ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് ഒരു 45 ഡിഗ്രി ലൈൻ വരച്ചു, OR എന്ന് പറയും. അതായത് സ്കെയിൽ ലൈൻ എന്ന് സ്കെയിൽ ലൈൻ, അതായത് പ്രൊഡക്ഷൻ മാക്സിമം പ്രൊഡക്ഷൻ ഓർ ഔട്ട്പുട്ട് അറ്റ് ലോ കോസ്റ്റ്. പരമാവധി കുറഞ്ഞ ഒരു മിനിമം കോസ്റ്റിൻ്റെ അകത്തിൽ മാക്സിമം ഔട്ട്പുട്ടിനെ കാണിക്കുന്ന ആ ലൈനാണ് OR അല്ലെങ്കിൽ സ്കെയിൽ ലൈൻ എന്ന് പറയും. ഓർത്തോണം. പിന്നെ അതുപോലെ തന്നെ ഡിഫറൻറ്റ് പ്രൊഡക്ഷൻ പോയിൻറ്റ്സ് ഓർ ഡിഫറൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഈസ് എക്സ്പ്രസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐസോക്വാൻസ്, ഈക്വൽ പ്രോഡക്റ്റ് കർവ്. ഈക്വൽ പ്രോഡക്റ്റ് കർവ് അല്ലെ ഐസോക്വാൻഡ് വഴി നമ്മൾ ആ പ്രൊഡക്ഷനെ കാണിച്ചിരിക്കുന്നു. Q1 റെപ്രസെൻറ്റിങ് 20 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്, Q2 40%, Q3 60%, Q4 80%, Q5 100%, Q6
120, Q7 140, Q8 160. കണ്ടോ? അപ്പോൾ ഡിഫറൻറ്റ് ഐസോക്വാൺസ് ഷോസ് ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇനി നമുക്കതിൻ്റെ ആ ലെവലിനെ അല്ലെങ്കിൽ അത് ഈ 3 റിട്ടേൺസ് ടു സ്കെയിൽ എവിടൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണിച്ചുകൂടെ തരാം. ഫ്രം എ ടു ഡി കണ്ടോ, എ മുതൽ ഡി വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ Q1 മുതൽ Q4 വരെയുള്ള ഏരിയ, Q1 മുതൽ Q4 വരെയുള്ള ഏരിയയെ നമുക്ക് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. കാരണം എന്താ പറഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇൻപുട്ടാണ്. അവിടെ ലെവൽ ഓഫ് റിസോഴ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ലെവലിനേക്കാൾ ഹൈ റേറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ട്. അതുകൊണ്ട് എ ടു ഡി വരെയുള്ള ഐസോക്വാണ്ട് കാണിക്കുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. ഇനി നോക്കിയേ, സി മുതൽ ഇ വരെ കാണിക്കുന്നുണ്ട്. CDE അല്ലെങ്കിൽ Q3, Q4, Q5 ആ ഏരിയ കാണിക്കുന്നത് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻപുട്ട് സെയിം ലെവലാണ്. നമുക്ക് സി മുതൽ ഇ വരെയുള്ളതിനെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. ഇനി അതിന് കഴിഞ്ഞിട്ട് അതായത് ഇ മുതൽ നമുക്ക് പറയാം ഇ, എഫ്, ജി, എച്ച് അത്ര ഏരിയയിൽ നമുക്ക് മോർ യൂണിറ്റ്സ് റിസോഴ്സസ് വരും, പക്ഷെങ്കിൽ ലെസ് യൂണിറ്റ്സ് ഔട്ട്പുട്ടേ ഉള്ളൂ. അതിനെ നമുക്ക് ഡിമിനിഷിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. എവിടെ മുതൽ? ഇ മുതൽ എച്ച് വരെയുള്ള ഏരിയ. അതായത് റിസോഴ്സിനേക്കാൾ റേസ് ചെയ്യുന്ന റിസോഴ്സിനേക്കാൾ ഇൻപുട്ടിനേക്കാൾ റേറ്റ് കുറവായിരിക്കും ഔട്ട്പുട്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള റിട്ടേൺസ് ടു സ്കെയിലുണ്ട്. അതിൻ്റെ പടവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തിൽ റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ അകത്തിൽ ഓർത്തിരുന്നോണം. ഓക്കെ.